ഇന്ന് കോടിക്കണക്കിന് ആളുകൾ സാമ്പത്തിക വിനിമയങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നായി ക്രെഡിറ്റ് കാർഡുകൾ മാറിയിട്ടുണ്ട്. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിസ്കൗണ്ട് കിട്ടാനും ക്യാഷ് ബാക്ക് ഡീലുകൾ കിട്ടാനും എയർപോർട്ട് ലോഞ്ചുകൾ പ്രവേശനം നേടുവാനും റിവാർഡ് പോയിന്റിനും ഒക്കെയായി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം വ്യാപകമാകുകയാണ്. ബുദ്ധിപരമായി തികഞ്ഞ അച്ചടക്കത്തോടെ ഇത് ഉപയോഗിച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്രദമാണ്. അതിനായി ലിമിറ്റിനുള്ളിൽ എപ്പോഴും നിലനിർത്തുകയും ബില്ലുകൾ കൃത്യമായി തിരികെ അടയ്ക്കുകയും ചെയ്യണം. എന്നാൽ ഈ പരിധി വിട്ടു പോവുകയോ പേയ്മെന്റുകൾ താമസിക്കുകയോ അച്ചടക്കമില്ലാതെ ഉപയോഗിക്കുകയോ ചെയ്താൽ ക്രെഡിറ്റ് കാർഡ് വലിയൊരു ബാധ്യതയായി മാറും, ഊരാക്കുടുക്കായി തീരും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ തന്നെ പല ആളുകൾക്കുമുള്ള സംശയമാണ്, ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താവ് പണം തിരികെ നൽകുവാനുള്ളപ്പോൾ മരിച്ചുപോയാൽ ആ ബാധ്യത കുടുംബത്തിലെ മറ്റുള്ളവരുടെ മേൽ വരുമോ? ഈ പണം അടയ്ക്കുവാനായി ബാങ്ക് ഫാമിലിയോട് ആവശ്യപ്പെടുമോ എന്ന്. ആർക്കാണ് ഈ ബില്ല് അടയ്ക്കുവാൻ നിയമപരമായി ബാധ്യതയുള്ളത്? ആ കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈടില്ലാതെ ലോൺ നൽകുന്ന ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. ഒരു ഹോം ലോണിൽ നിന്നും വാഹന ലോണിൽ നിന്നും ഇത് വ്യത്യസ്തമായി യാതൊരു ഈടും സുരക്ഷയ്ക്കായി ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് നൽകുമ്പോൾ ഇടപാടുകാരിൽ നിന്ന് വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിനുള്ള നിയമ സാധുത അതേ ഇടപാടുകാരന്റെ മരണശേഷവും തുടരും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്ക് ഉള്ള ഡ്യൂസ് അവരുടെ മരണശേഷം കുടുംബത്തിന്മേൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. ക്രെഡിറ്റ് കാർഡ് ഉടമ മരിച്ചാൽ ഭാര്യയോ മക്കളോ മറ്റു ബന്ധുക്കളോ ഈ വരുത്തിവെച്ച ബാധ്യതയ്ക്ക് അല്ലെങ്കിൽ ബില്ലുകൾക്ക് ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇവരുടെ മേൽ കടം വീട്ടുവാനായി നിയമപരമായി സമ്മർദ്ദം ചെലുത്തുവാനുള്ള അവകാശമില്ല. എന്നാൽ ഈ ക്രെഡിറ്റ് കാർഡിന് ഗ്യാരണ്ടിയർ അല്ലെങ്കിൽ ജോയിന്റ് കാർഡ് ഹോൾഡർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഇതിന്റെ ഉത്തരവാദിത്വം വരും. എന്നാൽ ഭൂരിപക്ഷ കേസുകളിലും ക്രെഡിറ്റ് കാർഡ് വ്യക്തികൾക്കാണ് നൽകുന്നത്, ഗ്യാരണ്ടിയർ ഉണ്ടായിരിക്കുകയുമില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉടമയ്ക്ക് വലിയ ബാധ്യതകൾ നിലനിൽക്കുമ്പോൾ മരിച്ചുപോയാൽ ബാങ്ക് എന്ത് ചെയ്യും? ആ പണം ഈടാക്കുന്നത് എങ്ങനെയായിരിക്കും? ക്രെഡിറ്റ് കാർഡ് ഉടമ മരിച്ചാൽ ബാങ്ക് ആദ്യമേ തന്നെ മരിച്ചയാളുടെ വസ്തുവകകൾ പരിശോധിക്കും. ഇതിനുള്ളിൽ സേവിങ്സ് അക്കൗണ്ടുകൾ, ഷെയറുകൾ, ഇൻഷുറൻസുകൾ, മറ്റു വസ്തുവകകൾ എന്തൊക്കെ ഇയാളുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നോക്കും. അങ്ങനെ ബാങ്കിന് ഈ സ്വത്തിനുമേൽ അവകാശം ഉന്നയിച്ച് വീതം വെപ്പിന് മുൻപായി ഈ ക്രെഡിറ്റ് കാർഡ് ഉടമയുടെ സ്വത്തിൽ നിന്നും കുടിശ്ശിക ഈടാക്കി എടുക്കുവാൻ കഴിയും. ഈ സ്വത്തിന് നിയമപരമായ ഒരു അവകാശിയെ വിൽപത്രം എഴുതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവകാശിയോട് കുടിശ്ശിക അടച്ചു തീർക്കുവാനായി ആവശ്യപ്പെടുവാനും ബാങ്കിന് അവകാശമുണ്ട്. എന്നാൽ അതിനുള്ള പരമാവധി പരിധി അവകാശിക്ക് ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്താണ്. ആ സ്വത്തിലും അധികം പണം ഈടാക്കേണ്ടതുണ്ടെങ്കിൽ അത് അവകാശിയിൽ നിന്ന് വാങ്ങിയെടുക്കുവാൻ ബാങ്കിന് കഴിയില്ല. കാർഡ് ഉടമ യാതൊരു വസ്തുവകയും പണവും സ്വന്തം പേരിൽ അവശേഷിപ്പിച്ചിട്ടില്ല എങ്കിൽ ബാങ്കിന് മുന്നിൽ ഈ പണം ഈടാക്കുവാനായി മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. അത്തരം സാഹചര്യത്തിൽ ആ ക്രെഡിറ്റ് കാർഡിന്മേലുള്ള കുടിശ്ശിക ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആയി കണക്കാക്കി എഴുതി തള്ളും. അപ്പോൾ മരണശേഷം ഒരാളുടെ ക്രെഡിറ്റ് ബില്ലുകൾ ഈടാക്കുന്നത് എങ്ങനെയെന്ന് പറയുമ്പോൾ അവരുടെ ബില്ലുകളിന്മേൽ കുടുംബങ്ങൾക്ക് നേരിട്ട് ബാധ്യതയില്ല. എന്നാൽ കാർഡ് ഉടമയുടെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാങ്കിന് കുടിശ്ശിക ഈടാക്കാം. ഈ സ്വത്തിന് അവകാശിയെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തിന്റെ മൂല്യം വരെയുള്ള തുക മാത്രം ബാങ്കിന് അവകാശിയിൽ നിന്ന് ഈടാക്കാം. എന്നാൽ ഒരു വസ്തുവകകളും ബാങ്ക് ബാലൻസും അവശേഷിക്കുന്നില്ല എങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഈ പണം ഈടാക്കുവാൻ കഴിയില്ല. അത് എഴുതി തള്ളാൻ മാത്രമേ പിന്നെ ബാങ്കിന് കഴിയുകയുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത് ഏറെ പ്രയോജനപ്പെടും. തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാനും ആശങ്കയില്ലാതിരിക്കുവാനും നിങ്ങൾക്ക് ഇതുവഴി കഴിയും.